കണ്ണാ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ കണ്ണാ തുമ്പി പോരല്ല നിന്നോടിഷ്ടം കൂടെയല്ല. ചങ്കുപൊട്ടിയയിലേക്കാൾ കുറച്ചുകൂടി ഹിറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതെന്താണ്? എന്തായിരിക്കും? ഗസ് ചെയ്യാവോ? കരുത്തമ്മ. യെസ്. എൻ്റെ കൊച്ചു മുതലാളി ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. അകത്തും പുറത്തും ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ള സംഭവമായിരുന്നു ആര്യൻ ജിസയിൽ എന്നുള്ള സംഭവം. അപ്പോൾ ഇത് കണ്ടു എന്നുള്ള പറയുന്നതും അനുമോളാണ്. അനുമോളുടെ ഒപ്പം സഹമത്സരാർത്ഥികൾ നിന്നവർ പിന്നീട് ലാലേട്ടൻ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഉണ്ടായില്ല, മാറ്റി പറഞ്ഞവരുണ്ടായിരുന്നു. നിങ്ങളൊരു റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത്ര ക്യാമറാസ് ഉണ്ട്, നിങ്ങൾ റിയൽ ആയിട്ട് താമസിക്കണം, നിങ്ങൾക്ക് പേടിക്കാൻ ലൈക്ക് ഐ ഡോണ്ട് ഹാവ് ടു ബി സ്കേർഡ്. ഞാനൊന്നും റോങ് ചെയ്തില്ല, അപ്പോൾ എനിക്ക് പേടിയില്ലായിരുന്നു. ലാലേട്ടൻ ഞങ്ങൾ കണ്ടിട്ടില്ല പറയുമ്പോഴും അനുമോൾ എന്തുകൊണ്ടായിരിക്കും ആ ഉത്തരത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ടായിരിക്കുക, അതിൽ സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള എന്തുകൊണ്ടായിരിക്കും? അത് അനുമോളോട് ചോദിക്കണം. എനിക്ക് തന്നെ മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ജയിലിലും പോയപ്പോൾ അനുമോളോട് ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ പറഞ്ഞത്, നീ ഇപ്പം സോറി പറയോ? ചിലപ്പോൾ ചില തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്നതും ചിലപ്പോൾ അവരുടെ ദൃഢനിശ്ചയമായിരിക്കാം, ചിലപ്പോൾ അത് മാറ്റാതെ വെക്കാന്നല്ല എന്ന് വെച്ചാൽ ഞാൻ റോങ് അല്ല, അത് അങ്ങനത്തെ വിചാരമാണ്. എന്തായാലും ഞാൻ ശരിയാണ്, ഞാൻ ഓർക്കണ പോലെ നടക്കണം, ഞാൻ ഓർക്കണ പോലെ ഞാൻ അങ്ങനെയാണ്. അതൊരു ഈഗോ തന്നെയാണ്. എല്ലാവരുടെ ഫാമിലി വന്നപ്പോഴും ഭയങ്കര ഒരു പ്രതീക്ഷയിലിരുന്ന രണ്ടുപേരുണ്ട് അല്ലേ? പക്ഷേ അവരുടെ ഫാമിലി വന്നില്ല, നൂറാദില. സോ ശരിക്കും നൂറാദിൽ പ്രതീക്ഷിച്ചിരുന്നു അവരുടെ ഫാമിലി വരുന്നത്? ആക്ച്വലി ആദില കരഞ്ഞായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടു, 2-3 വർഷം ഒളിച്ചൊളിച്ച് കരഞ്ഞു. അവൾക്ക് നല്ല ദുഃഖമുണ്ടായിരുന്നു. ഞങ്ങളും ഹോപ്പ് ചെയ്യുമായിരുന്നു അവരുടെ ഫാമിലി വരണം, സപ്പോർട്ട് ചെയ്യണം, അറ്റ്ലീസ്റ്റ് സിബ്ലിങ്സും വന്നാൽ നല്ലതായിരുന്നു. ദാറ്റ് ഈസ് എ വെരി പെയിൻഫുൾ തിങ്, യുനോ, ബിക്കോസ് എത്രയോ മാത്രം നമ്മളുടെ ഫ്രണ്ട്സ് വന്നാലും നമ്മളുടെ ഫാമിലിയാണ്. അപ്പോൾ എന്താണ് വഴി? മാറട മുണ്ടക്കൽ ശേഖര വഴി മാറട മുണ്ടക്ക ശേഖര. സവാരിഗിരി വരണോ? അതെങ്ങനെ സവാരിഗിരി? ബിഗ് ബോസ് പോലൊരു വേദിയും അവസരവും ഒരിക്കൽ മാത്രം കിട്ടുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ രണ്ടാമതൊരു അവസരം കിട്ടിയൊരു വ്യക്തിയുണ്ട്. മുംബൈയിൽ നിന്ന് വണ്ടി കയറി മലയാളത്തിൻ്റെ സ്വന്തം കണ്ണാന്തുമ്പിയായിട്ടുള്ളൊരു കക്ഷി. സ്വാഗതം ജിസയിൽ. കണ്ണാന്തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ? കണ്ണാ തുമ്പി പോരല്ല നിന്നോടിഷ്ടം കൂടെയല്ല. വെറൈറ്റി മീഡിയ ഇഷ്ടം കൂടാ. എന്നോട് ഇഷ്ടം വെറൈറ്റി മീഡിയ ഇഷ്ടം കൂടാതില്ലേ? യെസ്. പാടിയ ഒരാളുണ്ട് ഇഷ്ടം കൂടില്ല എന്ന് പറഞ്ഞ ഒരാള്. അനീഷേട്ടനോട് ഇഷ്ടം കൂടിയ അവസാനം അവനെ കൂടി ഒന്ന് ചോദിക്കുക. ഇഷ്ടമുണ്ടായിരുന്നു അനീഷേട്ടനോട്? ഉണ്ട്. പോരാൻ നേരത്ത് ആ ഒരു ഇഷ്ടം മാറിയെന്ന് തോന്നിയായിരുന്നോ? അനീഷ് ചേട്ടൻ്റെ ഹൃദയം നല്ലതാണ്. അത് വെറുതെ ഇങ്ങനെ പറഞ്ഞിരിക്കും, അതൊരു സ്ട്രാറ്റജി ആയിട്ട് ഇഷ്ടമൊന്നും കൂടത്തില്ല. പക്ഷെ മനസ്സുകൊണ്ട് അയാൾ ഒരു നല്ല സോഫ്റ്റ് ഹാർട്ടഡ് ഹ്യൂമൻ ബീയിങ് ആണ്. ഈ അടുത്ത് ജിസയിൽ പറഞ്ഞിട്ടു ആൾ നല്ലൊരു മനുഷ്യനാണ് എന്നുള്ള രീതിയിലേക്ക്. ഹിന്ദിയിൽ നിന്ന് വന്ന് മലയാളത്തിലെത്തിയതാണ്. ഭയങ്കര റയറായിട്ട് ലാലേട്ടൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ അപൂർവമായിട്ട് അങ്ങനെ കിട്ടാറുള്ള ഒരു ചാൻസ് അല്ലേ? ഈ രണ്ടാം വരവിലെ ബിഗ് ബോസിൽ എന്ത് മാറ്റാൻ തോന്നി? രണ്ടാം വരെ ബൈ ഡിഫോൾട്ട് ആയതായിരുന്നു. ഓണസ്റ്റ്ലി ഇപ്പം ഞാൻ ആ നേരത്ത് ഞാൻ ചെയ്തപ്പോൾ ഐ വാസ് വെരി യങ്, യുനോ, ഐ വാസ് ലൈക്ക് 18-19. ഇപ്പം ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ് ചെയ്തപ്പോൾ ഐ എം നോട്ട് ദാറ്റ് അഗ്രസീവ്. ഞാനൊരു മെച്യോർ ഹ്യൂമൻ ബീങ് ആയി. അപ്പോൾ എനിക്ക് അങ്ങനെ അത് വഴക്കും ഇടാൻ പറ്റത്തില്ല. അണ്ടർസ്റ്റാൻഡിങ് കൂടി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഐ എം ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ ഇല്ലേന്ന് എനിക്കൊരു സംശയമായി പോയി എന്നുള്ളത്. ഇപ്പം നമുക്കൊരു ചാൻസോട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചിലപ്പോൾ റിഗ്രറ്റ് തോന്നിയ കാര്യം ഉണ്ടാവും ചെയ്തത്. പക്ഷെ രണ്ടാമതൊരു ചാൻസോട് കിട്ടുന്ന സമയത്ത് ഇത് മാറ്റി ചെയ്യാൻ തോന്നും. അങ്ങനെ ഹിന്ദിയിൽ ചെയ്തിട്ട് മലയാളത്തിൽ വന്നപ്പോൾ മാറ്റിയൊരു കാര്യം എന്തായിരിക്കും? അല്ല, ഹിന്ദിയിൽ ചെയ്തപ്പോൾ ഞാൻ കുറെ അഗ്രസീവ് അങ്ങനെ ആയിരുന്നു. ഞാൻ ലൈക്ക് ഗോ ഗെറ്റർ ആയിരുന്നു. ഇപ്പം ഞാനൊരു ശാന്തമായ ഹ്യൂമൻ ബീങ് ആണ്. ഞാൻ എന്നെയും മുമ്പിൽ ഞാൻ ആൾക്കാരെ പറ്റിയാണ് ഓർക്കണേ. അപ്പൊ അങ്ങനെ ആയിപ്പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതെ, അങ്ങനെ വന്ന സമയത്ത് ആദ്യം ജിസേലിന് കിട്ടിയ ഒരു സംസാരം ഷാനവാസിന്റെ സൈഡിൽ നിന്നായിരുന്നു. അത് കോസ്റ്റ്യൂമിനെ പറ്റിയിട്ടായിരുന്നു, വസ്ത്രദാനത്തെ കുറിച്ചാണ്. അപ്പം ജിസയിലെ ഒരു പാവമായി കുറെ മാറ്റങ്ങൾ ഉണ്ടായ പോലെങ്കിലും ഒരു ഹിന്ദി ടച്ച് അവിടെ അല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടേക്ക് അത് കുറെ പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നൊക്കെയാണ് ഷാനവാസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അത്തരം ചോദ്യം പ്രതീക്ഷിച്ചിരുന്നു. അത് ശരിയായിരുന്നോ? അത്
അത് അയാൾ പറഞ്ഞിട്ടും ഞാൻ ചേഞ്ച് ആയില്ലല്ലോ. ഞാൻ അങ്ങനത്തെ വസ്ത്രം തന്നെ ധരിച്ചു. അതുകൊണ്ട് ആൾക്കാർ പറയണ എനിക്ക് അത്ര അത് വരത്തില്ല. ബിക്കോസ് അത് അവരുടെ ഒരു തോട്ട് പ്രോസസ്സാണ്. എല്ലാവരുടെ നമ്മളുടെ എല്ലാവർക്കും ഒരു പ്രത്യേക അപ്ബ്രിങ്ങിങ് ഉണ്ട്, മെന്റാലിറ്റി ഉണ്ട്, കൾച്ചർ ഉണ്ട്. അത് അങ്ങനെ ഓർത്തിട്ടാണ് നമ്മൾ എല്ലാവരും ബിഹേവിയർ ചെയ്യണം, ഉടുപ്പിടണം, ആഹാരം കഴിക്കണം. റൈറ്റ്, നോർത്ത് ഇന്ത്യൻസിന്റെ ഫുഡ് വേറെയാണ്, സൗത്ത് ഇന്ത്യൻസിന്റെ ഫുഡ് വേറെയാണ്. സോ എവറിഥിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ അപ്ബ്രിങ്ങിങ്. പക്ഷെ അയാൾക്ക് അയാളുടെ അഭിപ്രായം പറയാം, എനിക്ക് എടുക്കണോ ഇല്ലേ അതെന്റെ അതാണ്, ഞാൻ എടുത്തില്ല. ആ അഭിപ്രായം പറഞ്ഞ ആള് തന്നെ പിന്നീട് ഷോർട്സ് ഇട്ട് കിടക്കണപ്പോ എന്ത് തോന്നി? സത്യം പറഞ്ഞ അയാളുടെ അഭിപ്രായം മാറി. ഇപ്പം അയാളെ ഞാൻ ട്രെയിൻ ചെയ്ത് ഇനി അയാൾ പുറത്തു വരുമ്പോ മോഡേൺ ആയിട്ടാണ് പറയുന്നത്. ബിക്കോസ് എന്നെ കണ്ട് ആൾക്ക് അതായി. ബിക്കോസ് അയാൾ തന്നെ ആദ്യം അയാൾ ഓർത്ത് ഇങ്ങനെ ഉടുപ്പിടുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ്. പിന്നെ എന്നോട് എപ്പോൾ വന്ന് പറയുമായിരുന്നു, നീ ശരിക്കുള്ള കുടുംബസ്ത്രീ തന്നെയാണ്, നീ കുടുംബസ്ത്രീ തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താ? അല്ല നീ എങ്ങനെയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ മനസ്സിലായില്ലേ, ഉടുപ്പിടുന്ന പോലെ അല്ല നിങ്ങള്, നമ്മുടെ മനസ്സാവട്ടെ, നമ്മളെ ഹൗ ആർ യു ആസ് എ പേഴ്സൺ ഇസ് വെരി ഡിഫറെന്റ് ഫ്രം വാട്ട് യു വെയർ. സോ അത് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ കോസ്റ്റ്യൂമിലെ അപ്പിയറൻസിലല്ല കാര്യം, നമ്മുടെ മൈൻഡ് എങ്ങനെയാണോ, നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണോ എന്നതിലാണ് അല്ലെ കുറെ കൂടിയും കാര്യം എന്നുള്ളത്. അപ്പൊ ശരിക്കും ഷാനവാസ് ജിസൈലിനെ മാറ്റാൻ നോക്കിയിട്ട് അവസാനം മാറിപ്പോയത് ഷാനവാസ് ആണ് അല്ലേ? സീസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം 7ന്റെ പണിയായിരുന്നു. ടാസ്ക് പണിപ്പോര പ്രേക്ഷകർ കുറച്ചുകൂടി. അപ്പൊ നിങ്ങൾക്കത് കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് ടോർച്ചർ ചെയ്യുന്ന പോലെയായിരുന്നോ? പ്രത്യേകിച്ച് മേക്കപ്പ് അല്ലെ കോസ്റ്റ്യൂംസ് ഒന്നും കിട്ടിയിരുന്നില്ല. അത് ഭയങ്കരമായിട്ട് കോൺഫിഡൻസിനെ ബാധിച്ചിരുന്നു? കോൺഫിഡൻസിനെ ബാധിച്ചില്ല, പക്ഷേ ഇറ്റ് വാസ് എ ടോർച്ചർ. ബിക്കോസ് നമ്മൾ ഞാൻ വർഷങ്ങളായി നമ്മളൊരു യൂസ് ടു ഇറ്റ് അല്ലേ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വി ഗെറ്റ് യൂസ് ടു ഇറ്റ്. ലൈക്ക് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കും, നിങ്ങൾ യൂസ് ടു ഇറ്റ് ആണ്. സഡൻലി ചായ കിട്ടത്തില്ലെങ്കിൽ നമ്മളിങ്ങനെ ആകത്തില്ലേ? അപ്പൊ എനിക്ക് ചായ പോലെ കിട്ടിയില്ല. പക്ഷെ നമ്മൾ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഇതൊരു ഗെയിം ഷോയുടെ ഭാഗമാണ്, ഇവിടെ സർവൈവലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ എന്തൊക്കെ വരുന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ്, ഇതൊക്കെ അറിഞ്ഞിട്ടാണല്ലോ ശരിക്കും ഷോയ്ക്ക് വരുന്നത്. പ്രത്യേകിച്ച് മറ്റ് കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ചിട്ട് ജിസൈലിന് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ കാര്യത്തിൽ. അങ്ങനെ ആൾക്കാർ ഓർക്കും. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് പോയത് ആദ്യം. അവിടെ പോയപ്പോഴും എൻ്റെ വെൻ ഐ വെന്റ് ദേർ എൻ്റെ ഫ്രാക്ചർ ആയിപ്പോയി. സോ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഐ നെവർ ഹാഡ് ടു മച്ച് എക്സ്പീരിയൻസ്. പിന്നെ നമ്മളെല്ലാവരും ആ സമയത്ത് ജിസൈൽ ഇപ്പം അങ്ങനെ അല്ല, സോ എവറിത്തിങ് ചേഞ്ചസ് നോ. പക്ഷേ അത്തരം മാറ്റങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞ സമയത്ത് പിന്നെയും ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു അത് ഉപയോഗിക്കരുത്, എടുക്കരുത് എന്നുള്ളത്. പക്ഷേ ബാക്കി എല്ലാവരും അതനുസരിച്ച്. ഇപ്പോൾ ജിസൈലിന് അതിനോട് ഓക്കെ ആയിരുന്നില്ല. അത് ലാലേട്ടൻ തന്നെ അവസാനം വാൺ ചെയ്തിട്ട് പെട്ടികളൊക്കെ കൊണ്ട് അല്ലേ തിരിച്ചെടുക്കേണ്ട അവസ്ഥ വന്നു എന്നുള്ളത് എന്താ ഫീൽ ചെയ്തത് ശരിക്കും? സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തില്ലായിരുന്നു അതെന്താ നമുക്കൊരു സൺസ്ക്രീൻ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ പോലെ ഇടാൻ പറ്റത്തില്ല, അതെന്താണ്. ബിക്കോസ് ഫോർ മീ അതൊരു എൻ്റെ ഡെയിലി റൂട്ടീൻ. നമ്മൾ സോപ്പ് കൊണ്ട് കുളിക്കും, അങ്ങനെ എനിക്കൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സൺസ്ക്രീൻ വേണം. ദാറ്റ് വാസ് മൈ നെസസിറ്റി. സോ അത് വിടാൻ എനിക്ക് കുറേ സമയം എടുത്തു. പിന്നെ ഞാൻ മാത്രമല്ലായിരുന്നു, കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ കട്ട് ഇടുവായിരുന്നു. പക്ഷെ ഞാൻ മാത്രം വന്ന് പുറത്ത്. ബിക്കോസ് നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ ഏറ്റവും കൂടുതൽ ലിപ്സ്റ്റിക് കട്ടത് ആരായിരുന്നു അവിടെ? ആദില നൂറ, അനുമോൾ, അവരെല്ലാവരും ഇടുമായിരുന്നു. പക്ഷേ ഈ അനുമോൾ തന്നെയാണ് ജിസൈലിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നതും ഇത് ഇടുന്നു അല്ലെങ്കിൽ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത്. അത് എന്തുകൊണ്ടായിരിക്കും? ആദ്യമേ തന്നെ ഒരു അപ്പുറത്തൊരു വാരിയർ മാറിയത് എന്തുകൊണ്ടായിരിക്കും? അതെനിക്കും അറിയത്തില്ല. ബിക്കോസ് സ്റ്റാർട്ടിങ്ങിൽ അത് ഇച്ചിരി ഉണ്ടായിരുന്നു, ടാർഗറ്റ് പോലെ തോന്നിയായിരുന്നു. എന്തുകൊണ്ട് അനുമോൾ ജിസൈലിനെ ടാർഗറ്റ് ചെയ്തു എന്ന് തോന്നണേ? അത് നിങ്ങൾ അനുമോളോട് ചോദിക്കും. ഇപ്പൊ ജിസൈലിന്റെ ഒരു ഇതിൽ നോക്കുമ്പോൾ POV നോക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇച്ചിരി ഓണസ്റ്റ്ലി അവരെന്നെ നോക്കിയപ്പോൾ ഞാൻ അവിടെ ലൈക്ക് ഞാൻ കേരളത്തിൽ നിന്ന് അല്ല, ഞാൻ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്, പുറത്തുനിന്ന് വന്ന് മേ ബി അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, എനിക്കറിയത്തില്ല. ഓക്കെ. ഈ പെട്ടെന്ന് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് ലിപ്പിൽ ടച്ച് ചെയ്യുന്നൊരു സീൻ സംഭവം ഉണ്ടായിരുന്നു, ഇട്ടില്ലേന്ന് ചോദിച്ചത്. അൺകംഫർട്ടബിൾ ആയോ പെട്ടെന്ന്? അതെനിക്ക് ഇച്ചിരി വിഷമമുണ്ടായിരുന്നു. ബിക്കോസ് പിന്നെ ഒരു കാര്യം പറഞ്ഞ ഒരാളെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം, അപ്പം മടുത്ത് ഞാൻ. പിന്നെ ആ സമയത്ത് ഒരു ടാസ്ക് ചെയ്തിട്ട് ശരീരത്തൊക്കെ കൊണ്ടിരിക്കുമായിരുന്നു, പിന്നെ ഓൾറെഡി ലോ ആയിട്ടിരിക്കുമായിരുന്നു. ആ നേരത്ത് പിന്നെ എന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അത്ര പെട്ടെന്ന് കരയത്തില്ല. അപ്പൊ എന്റെ കരച്ചിൽ വന്നായിരുന്നു. പെട്ടെന്ന് കരയാത്ത ആളാണ്, കുറച്ച് ബോൾഡ് ആണ്. ഞാൻ കരയത്തില്ല. എനിക്ക് മനസ്സിൽ കരച്ചിൽ വന്നാലും ഞാൻ
ഇങ്ങനെ ഒറ്റയ്ക്ക് കരയും ഞാൻ, ആൾക്കാരുടെ മുമ്പിൽ കരയത്തില്ല. ഇല്ല, ഇതിന്റെ ഇടയ്ക്കാണ് ശരിക്കും ഒരു മരണവാർത്തയും വന്നത് ആന്റിയുടെ. ശരിക്കും ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു സിറ്റുവേഷന് ഇമോഷണൽ ആയിട്ട് പോലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണോ, അതോ കുറച്ച് ഇമോഷണലായി പുറത്ത് അധികം വരാഞ്ഞതായിരുന്നു? ഞാൻ അകത്ത് കരഞ്ഞിട്ട് ഞാൻ പുറത്ത് വന്നപ്പോൾ ആരോടും പറഞ്ഞില്ല. ലൈക്ക് ആരെന്നെ അറിയാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആരോടും പറഞ്ഞില്ല. ബിക്കോസ് നമ്മളുടെ ദുഃഖം ആൾക്കാരെ കാണിച്ച് എന്നാ കിട്ടും. ലൈക്ക് നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഐ ക്യാൻ സ്പ്രെഡ് മൈ ഹാപ്പിനെസ് ടു യു. ബട്ട് ഇഫ് ഐ എം സാഡ്, ഐ എം ഫീലിംഗ് ലോ, ഐ ഡോണ്ട് ലൈക്ക് ഡിസ്റ്റർബിങ് അതേഴ്സ് ഇഫ് ഐ ഓഫ് മൈ ഇമോഷൻസ്. ലൈക്ക് സോ ഇഫ് ഐ എം ഫീലിംഗ് ബാഡ്, ഐ വിൽ നോട്ട് മേക്ക് യു ഫീൽ ബാഡ്. എപ്പോഴും ഈ ആളുകളെ നിന്നുള്ള രീതിയിലേക്ക് ഭയങ്കരമായിട്ട് ബോഡി ഷെയിം ചെയ്യുന്ന അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് വ്യക്തിഹത്യ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ആളാണോ ശരിക്കും ജിസയിൽ? ആളുകൾ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യോ എന്നെ? ഇല്ല. ജിസയിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യത്തില്ല, ഒരിക്കൽ പോലും ചെയ്യില്ല. ഞാനാണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻസെക്യൂരിറ്റി ആണ്, നിങ്ങൾ എന്നോട് പറയും. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ തെറപ്പിസ്റ്റ് ആണ്, ടു ബി ഓണസ്റ്റ്, അൺപെയ്ഡ് ഫ്രീ തെറപ്പിസ്റ്റ്. ഒരു ആരെങ്കിലും ലോ ഫീൽ ആകണം അല്ലെങ്കിൽ ഇഫ് ദേ ഹാവ് എനി പ്രോബ്ലം, ഐ വിൽ ഓൾവേസ് ട്രൈ ടു ഗിവ് ദം കോൺഫിഡൻസ്. ഞാനൊരു കോൺഫിഡൻസ് സ്പ്രെഡ് ചെയ്യാൻ ഓർക്കും. അല്ലെങ്കിൽ ഐ ബിലീവ് വൺ തിങ്, ഒരു പെണ്ണാകട്ടെ ചെറുക്കനാകട്ടെ, നമുക്ക് എല്ലാ കുറേ ഇൻസെക്യൂരിറ്റി കാണും. നിങ്ങൾ എന്നോട് വന്ന് പറയും എനിക്ക് വണ്ണം വെച്ച് എനിക്ക് എന്തോ ഫീൽ ആണ്. അപ്പോൾ ഞാൻ പറയും അത് നോക്കാതെ നിങ്ങളുടെ പോസിറ്റീവ് പോയിന്റ്സ് നോക്ക്. വാട്ട് ഈസ് യുവർ ഗുഡ് പോയിന്റ്സ്? എന്തെങ്കിലും ആയാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ബോഡി ആകട്ടെ, അത് മുടി ആകട്ടെ, അത് സർട്ടൺ അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ എന്താണ് കഴിവ് അതിന്റെ പുറത്ത് ഫോക്കസ് ചെയ്യാം. നെഗറ്റീവ് പോയിന്റ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ പോസിറ്റീവിൽ ഫോക്കസ് ചെയ്യാം. ശരിക്കും ആളുകളിൽ അങ്ങനെ ഇൻസെക്യൂരിറ്റീസ് അത് മാറ്റി ഫ്രീ പെയ്ഡ് തെറാപ്പിസ്റ്റ് ആണെന്നുള്ളത് സ്വയമേ പറയുമ്പോഴും എന്തുകൊണ്ടാണ് പിന്നെ അനുമോളിനെ പൊക്കമില്ലാത്തവൾ വെയിറ്റ് ഇല്ലാത്തവൾ എന്ന് പറഞ്ഞ എന്തുകൊണ്ടായിരിക്കും? അത് റീസൺ അറിയാം. അത് ആരും ഐ തിങ്ക് അത് കാണിച്ചില്ല. അനുമോൾ ബിഗ് ബോസ് ഞങ്ങളെ ഉടുപ്പ് കൊടുത്ത്, റൈറ്റ്, കുറെ ലൈക്ക് 2-3 ഉടുപ്പ് കൊടുത്തായിരുന്നു ആസ് ഏജന്റ് പണി ഉടുപ്പ്. അനുമോൾ പറഞ്ഞ് നീ നിന്റെ തുണി സ്വന്തമായിട്ട് കീറിയതാണ്, എൻ്റെ തുണി കീറിപ്പോയി എന്ന് വെച്ചാൽ അതിൻ്റെ ഫാബ്രിക് അങ്ങനെയായിരുന്നു, ഈ നൂലൊക്കെ പോയിട്ട് കീറിപ്പോയി, ഞാൻ ഇടാൻ നേരത്ത് കീറിപ്പോയി. അവള് എൻ്റെ പുറത്ത് ഒരു അലിഗേഷൻ ഇട്ട് നീ സ്വന്തമായിട്ട് ഉടുപ്പ് കീറി, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ ഇനി ആ തുണി എനിക്ക് ആ തുണി ഇച്ചിരി ടൈറ്റായിരുന്നു, ഇനി എനിക്ക് ഇച്ചിരി പൊക്കം അല്ലെങ്കിൽ ഇച്ചിരി വിടുത്തുണ്ട ആളാണ്. അപ്പോൾ ഞാൻ ഇടാൻ നേരത്ത് തുണി കീറാൻ പറ്റും, ഇറ്റ് ഇസ് നോർമൽ അല്ലേ, തുണി കീറും. ഒരാൾ നിങ്ങളെ വന്നിട്ട് പറയും നീ സ്വന്തമായിട്ട് കീറിയതാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നും? അപ്പോൾ ആ സമയത്ത് ചിലപ്പം നമുക്ക് ഇങ്ങനത്തെ അലിഗേഷൻ വരുമ്പോൾ അയാൾക്ക് സെയിം ഫീൽ ആക്കണം. സോ ദാറ്റ് വാസ് ജസ്റ്റ് മീ ഗിവിംഗ് ഹർ ബാക്ക് ദ ടേസ്റ്റ് ഓഫ് ഹർ ഓൺ മെഡിസിൻ. സോ ദാറ്റ് ഈസ് ദാറ്റ്. അപ്പോൾ തിരിച്ച് കുറച്ചൊരു സ്വീറ്റ് റിവെഞ്ച് പോലെ അല്ലെങ്കിൽ എന്ത് രീതിയിലേക്കാണ് അതേ നാണയത്തിൽ തിരിച്ച്? ബിക്കോസ് ഐ ടെൽ യു ദ റീസൺ വൈ. ഒരാൾ നമ്മളെ ഒരു സ്ഥലത്തിൽ അടിക്കണ നിങ്ങൾ തരത്തില്ലെങ്കിൽ പിന്നെ അയാൾ പിന്നെ അത് ചെയ്യും. ബിക്കോസ് ദാറ്റ് ടൈം അനുമോൾ ഡിസേർവ് ദാറ്റ്. ഐ ഹാഡ് ടു ഗിവ് ഹർ ബാക്ക് ഫോർ എ റീസൺ. ബിക്കോസ് ഷി വാസ് ആൾക്ക് ആവശ്യമെങ്കിൽ തിരിച്ചു നിന്നുള്ള രീതിയിലേക്ക് ആളെ ഇൻസെക്യൂർ ആക്കിയാലും പ്രശ്നമില്ല എന്നാണ് എന്നെ ടാർഗറ്റ് ചെയ്ത് പിന്നെ ഒരു യുനോ there comes a time that you can't take it, right? Because നിങ്ങളൊരു നല്ല മനുഷ്യനാണെങ്കിൽ നിങ്ങളെ ആൾക്കാരെ ഇടിച്ചിരിക്കുമ്പോൾ നിങ്ങളെടുത്ത നിങ്ങൾക്ക് തരണ്ടേ, അല്ലെങ്കിൽ നിങ്ങളെ വന്ന് ആര് പ്രൊട്ടക്ട് ചെയ്യും? അവിടെ ആരും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനില്ല, നിങ്ങൾക്ക് സ്വന്തം തന്നെ പ്രൊട്ടക്ട് ചെയ്യണം. പക്ഷെ ഇങ്ങനത്തെ ആലിഗേഷൻ എന്തോ അവള് പറഞ്ഞ ശരി, ഞാൻ എടുത്ത്, അവള് എന്നെ അടിച്ചു 2 പ്രാവശ്യം അടിച്ചു, അപ്പോൾ ഞാൻ എടുത്ത്, ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു പ്രാവശ്യം വന്നിട്ട് പറഞ്ഞു നീ നിന്റെ സ്വന്തമായിട്ട് തുണി കീറി, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് ഹൗ മച്ച് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് കൊണ്ടല്ലേ പറഞ്ഞത്, ഞാൻ തൊട്ടാ ഇല്ലല്ലോ. അവളെന്നെ 2 പ്രാവശ്യം തൊട്ടിട്ടും ഞാനൊന്നും ചെയ്തില്ല. അതൊക്കെ ഇനി തീർന്ന് ഈ പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു BB7 എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കേട്ടൊരു അലിഗേഷൻ അല്ലെങ്കിൽ അകത്തും പുറത്തും ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമായിരുന്നു ആര്യൻ ജിസയിൽ എന്നുള്ള സംഭവം. അപ്പോൾ ഇത് കണ്ടു എന്നുള്ള പറയുന്നതും അനുമോളാണ്. അനുമോളുടെ ഒപ്പം സഹമത്സരാർത്ഥികൾ നിന്നവർ പിന്നീട് ലാലേട്ടൻ ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഉണ്ടായില്ല, മാറ്റി പറഞ്ഞവരുണ്ടായിരുന്നു, അങ്ങനെ സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നു. ശരിക്കും ആദ്യം ചോദിച്ചോട്ടെ, ഇതൊരു വലിയൊരു വിവാദമായി പുറത്ത് എന്നുള്ളതോ അല്ലെങ്കിൽ ഇത് വിഷയമാവും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നോ ജിസേലിന്? എനിക്കൊരു കാര്യം പറയാമായിരുന്നു, ഇത്ര ക്യാമറാസ് ഉണ്ട്, അപ്പോൾ സത്യം പുറത്ത് വരും. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ്, ഞാൻ ലൈക്ക് ഐ വാസ് കോൺഫിഡൻറ്റ് ഇന്നല്ലെങ്കിൽ നാളെ ഇത് തെളിച്ചിൽ വരും, തെളിച്ച് the truth will come out. So I didn't have that kind of anxiety, oh my god what will happen, because നിങ്ങളൊരു റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത്ര ക്യാമറാസ് ഉണ്ട്, നിങ്ങൾ റിയൽ ആയിട്ട് താമസിക്കണം, നിങ്ങൾക്ക് പേടിക്കാൻ
ലൈക്ക് ഐ ഡോണ്ട് ഹാവ് ടു ബി സ്കേർഡ്, ഞാനൊന്നും റോങ് ചെയ്തില്ല. അപ്പൊ എനിക്ക് പേടിയില്ലായിരുന്നു. ആര്യൻ വാസ് വെരി നെർവസ്. ആര്യന്റെ സൈഡിൽ നിന്ന് കുറച്ച് നെർവസ് ആയിരുന്നു, ജിസേൽ കുറച്ച് നിന്നിരുന്നു എന്നുള്ള സംഭവം. ശരിക്കും അതിലെ യാഥാർത്ഥ്യം എന്തായിരുന്നു ശരിക്കും? അതായിരുന്നു യാഥാർത്ഥ്യം. ഇല്ല, ഐ മീൻ വന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുള്ള ലാലേട്ടനെല്ലാം ക്ലിയർ ചെയ്തല്ലോ. ഞങ്ങൾ 3 മണിക്കൂർ 6 മണിക്കൂർ ഞങ്ങൾ കണ്ട് ഫുട്ടേജ്. ഞങ്ങളുടെ ക്യാമറാസ് കണ്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അനുമോൾ എങ്ങനെ നോണ പറയാറുണ്ട് ലാലേട്ടൻ തന്നെ പറഞ്ഞു. ഈ ഒന്നും ക്യാമറയിലൊന്നും കണ്ടിട്ടില്ല, ലാലേട്ടൻ ഞങ്ങൾ കണ്ടിട്ടില്ല പറയുമ്പോഴും അനുമോൾ എന്തുകൊണ്ടായിരിക്കും ആ ഉത്തരത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ടായിരിക്കുക? അതിൽ സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള എന്തുകൊണ്ടായിരിക്കും? അത് അനുമോളോട് ചോദിക്കണം. എങ്ങനെ അറിയാം? എനിക്ക് മനസ്സിലായി, എനിക്ക് തന്നെ മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ജയിലിലും പോയപ്പോ അനുമോളോട് ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ പറഞ്ഞത്, നീ ഇപ്പം സോറി പറയോ? പക്ഷെ അവൾക്ക് ഒരു ഷീസ് സ്റ്റബൺ. അവളുടെ ഈഗോ എന്ന് വെച്ചാൽ എന്തായാലും ഞാൻ സോറി പറയത്തില്ല, എന്തായാലും ഞാൻ റോങ് ആണെങ്കിലും ഞാൻ സോറി പറയത്തില്ല. ലാലേട്ടൻ പറഞ്ഞ് അത് കഴിഞ്ഞും അവള് പറഞ്ഞില്ല സോറി. സോ അതൊരു ഈഗോ അല്ലേ? അതെ, അപ്പോൾ അതിൽ നിന്നു ചിലപ്പോൾ ചില തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുന്നതും ചിലപ്പോൾ അവരുടെ ദൃഢനിശ്ചയായിരിക്കാം, ചിലപ്പോൾ അത് മാറ്റാതെ വെക്കാന്നുള്ള എന്ന് വെച്ചാൽ ഞാൻ റോങ് അല്ല, അത് അങ്ങനത്തെ വിചാരമാണ്. എന്തായാലും ഞാൻ ശരിയാണ്, ഞാൻ ഓർക്കണ പോലെ നടക്കണം, ഞാൻ ഓർക്കണ പോലെ ഞാൻ അങ്ങനെയാണ്. അതൊരു ഈഗോ തന്നെയാണ്. ഓക്കെ, ആ ഒരു വിഷയത്തിൽ നിന്ന് ശേഷം ഒരു പക്ഷേ ഒരു ക്ലാരിറ്റി കൊടുക്കണം തോന്നിയോ? ആരും ജിസയിൽ തമ്മിൽ ആയിരിക്കും എന്താണ് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പാണോ അല്ലെങ്കിൽ എന്തായിരുന്നു എന്നുള്ള സംഭവം നിങ്ങളെല്ലാം കണ്ടില്ലേ? നമ്മളെല്ലാവരും കൂടെ താമസിക്കുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആകത്തില്ലേ? പിന്നെ നമ്മൾ ഇത്ര ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ യു ചൂസ് യുവർ പീപ്പിൾ. സോ ഹി വാസ് മൈ പേഴ്സൺ. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ജിസയിൽ ഇറങ്ങി. ആര്യൻ എന്നുള്ളൊരു ഗെയിമർ അവിടെ കുറച്ചും കൂടി ഗ്രാഫ് ഉയർന്നതായിട്ട് തോന്നിയോ? ഗ്രാഫ് ഉയർന്നതിന് കാരണം എന്താണ്? ബിഗ് ബോസ് അവനെ ടാസ്ക് കൊടുത്ത്, സീക്രട്ട് ടാസ്ക്, അത് ആദ്യം ഒന്നും കൊടുത്തില്ലല്ലോ. സോ ഹി കേം ഇൻ ദാറ്റ് ഹൈലൈറ്റ് ബിക്കോസ് ഹി വാസ് ഓൾവേസ് വെരി ഗുഡ്. ഫ്രം ഡേ 1 അവൻ ടാസ്കിൽ നമ്പർ 1 ആയിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. അതെന്തോ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, ബിക്കോസ് വെൻ വി സ്റ്റാർട്ടഡ് സപ്പോർട്ടിങ് ഈച്ച് അതർ, മേ ബി പീപ്പിൾ ലൈക്ഡ് ഓർ ദേ ഡിഡ്ന്റ് ലൈക്ക്, അതെനിക്ക് അറിയത്തില്ല. പക്ഷേ ഹി വാസ് ഓൾവേസ് ഗുഡ് ഇൻ ഹിസ് ടാസ്ക് ആൻഡ് ഹി കണ്ടിന്യൂ ഡൂയിങ് ദാറ്റ്. ഓൾസോ അവൻ ഫ്രം മനസ്സ് കൊണ്ട് അവൻ സ്ട്രോങ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കും ചില ആൾക്കാർ ലോ ആയി, അവൻ ലോ ആയില്ല. സോ ദാറ്റ് ഈസ് ഹിസ് USP. എവിക്ഷൻ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നോ, അൺഫെയർ ആയിരുന്നോ? അൺഫെയർ എന്ന് പറയത്തില്ല, പക്ഷേ അൺഎക്സ്പെക്റ്റഡ് മേ ബി ഇറ്റ് വാസ് ആയിരുന്നു. എത്രയായിരുന്നു ജിസയിൽ? ഇപ്പം എല്ലാവരും വരുന്നത് കപ്പ് മോശമാണ്. ജിസയിൽ തന്നെ അതിൻ്റെ ഫസ്റ്റ് ഡേ ലാലേട്ടൻ പറയുന്നുണ്ട്, ഞാൻ വരുമ്പോൾ കപ്പും കൊണ്ടേ വരൂ എന്നുള്ള സാധനം. അപ്പം എല്ലാവരുടെയും ഒരു എയിം അതിലോട്ട് തന്നെയാണ്. എങ്കിൽ പോലും മനസ്സിലൊരു കാൽക്കുലേഷനിൽ ഏത് പൊസിഷൻ വരെ ഞാൻ ഉണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റ് ഫൈവ് ഉണ്ട്. അതിൽ വിചാരിച്ചിരുന്നു ഫൈനൽ 5 ഉണ്ടാവാന്നുണ്ടായിരുന്നു എന്നുള്ള സാധനം. എന്ത് തോന്നി പെട്ടെന്നൊരു എവിക്ഷൻ പ്രക്രിയയിൽ ഞാനായിരുന്നു, പ്രത്യേകിച്ച് ആര്യൻ്റെ പ്രസൻസും കൂടി ഉണ്ടായിരുന്നു? അല്ല, തോന്നി എന്ന് വെച്ചാൽ എവിക്റ്റ് ആയപ്പോൾ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത്, ഞാൻ അങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്ത്. അങ്ങനെയൊന്നും ലൈക്ക് അങ്ങനെ ഓർത്തില്ല, അയ്യോ എന്ത് പറ്റി, എന്തിനായി. ബിക്കോസ് ഓഡിയൻസ് അതിനെ അറിയാം, അവർ വോട്ട് ചെയ്തോ ഇല്ലേ, എങ്ങനെയായി, അത് അവരുടെ ഡിസിഷനാണ്. സോ ഐ അക്സെപ്റ്റ് എവറിത്തിങ്. ഫാമിലി വന്നു, എല്ലാവർക്കും ഫാമിലി വന്നപ്പോൾ ഇഷ്ടമായി. പക്ഷെ ഏറ്റവും പെട്ടത് ജിസേലായിരുന്നു. മമ്മി വന്നു, വഴക്ക് പറഞ്ഞു. പ്രതീക്ഷിച്ചിരുന്നോ? മമ്മി പൊതുവെ എങ്ങനെ വന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇപ്പം ഇത്രയും ക്യാമറയുണ്ട്, ഇത്രയും പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് വെച്ചിട്ട് വഴക്ക് പറയാതിരിക്കില്ല എന്നൊന്നുമില്ല. ഇല്ല, എൻ്റെ മമ്മിക്ക് ഫിൽറ്റർ ഒന്നുമില്ല. എൻ്റെ മമ്മി ഷുഡ് ഹാവ് ബീൻ റിയാലിറ്റി ഷോ. മമ്മിയാണ് അങ്ങനെ. മമ്മി ഈസ് ലൈക്ക് എന്ത് മനസ്സിൽ വന്നാൽ പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈക്ക് മമ്മി വന്നപ്പോൾ ടാസ്ക് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ എല്ലാം ബ്ലാങ്ക് ആയിപ്പോയി. ഞാൻ ഓർത്ത് മമ്മി അകത്ത് പോയി എല്ലാവരോടും എന്ത് പറയും, എന്ത് ചെയ്യൂ, എന്റെ കൈ വറുക്കുമായിരുന്നു. ഐ വാസ് വെരി നെർവസ്. അപ്പോൾ ജിസേലാണോ ജിസേലിന്റെ മമ്മിയാണോ ബെസ്റ്റ് ബേബി മെറ്റീരിയൽ? മമ്മിയാണ്. അയ്യോ, മമ്മി വന്നാൽ എന്നാ വേളം ഉണ്ടാക്കും. അതല്ലേ, അവിടെ വന്നതിനൊപ്പം തന്നെ ആര്യന്റെ മമ്മിയോട് സെയിം ഡേ തന്നെയാണ് വന്നത് അല്ലേ? വന്നു. അപ്പൊ പെട്ടെന്ന് പേടി ഉണ്ടായി. ആര്യനെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു ആദ്യം ഒരു വിഷമം പറഞ്ഞായിരുന്നു. എന്താ ശരിക്കും ഉണ്ടായി? അപ്പൊ ശരിക്കും ഞാൻ ചോദിച്ചു എൻ്റെ മമ്മീനോട്, മമ്മി നീ ആര്യൻ വന്നപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്തില്ല? മമ്മി പറഞ്ഞു, ഹേ ഞാൻ കണ്ടില്ല, നിന്റെ സ്വയർ എൻ്റെ സത്യം എടുത്തിട്ട്, സത്യമല്ലേ അത് എടുത്തിട്ട് മമ്മി പറഞ്ഞു അങ്ങനെയല്ല. അപ്പൊ ഞാൻ ഓർത്തു അങ്ങനെ അല്ലായിരിക്കും. പക്ഷെ മമ്മി പിന്നെ ഒരു സത്യം പറഞ്ഞ ഇങ്ങനെ ഈ പൊതപ്പിന്റെ കാര്യമുണ്ടായി, അതുണ്ടായി. സോ എൻ്റെ മമ്മിയും അവന്റെ മമ്മിയും ഡെഫിനറ്റ്ലി there was this awkwardness ഉണ്ടായിരുന്നു. That was there. അത്
നാച്ചുറൽ ആണ്. അതെ. നമ്മളുടെ എല്ലാ നമ്മളകത്തിരിക്കും, നമ്മളെ മനസ്സിലാകില്ല. അവർ നമ്മൾ 24 hours കണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഇച്ചിരി കൂടി നമ്മളുടെ they are involved in everything. So that way I think they were involved. ജിസേലിന്റെ മമ്മി വന്നപ്പോൾ ആര്യന് മൈൻഡ് ചെയ്തില്ല, നല്ല വിഷമം വന്നു. ആര്യന്റെ മമ്മിയും ബ്രദറും വന്നപ്പോൾ ജിസേലിനുണ്ടായ ഒരു ഫീൽ എന്തായിരുന്നു? ആര്യൻ്റെ മമ്മി എന്നെ നല്ലതായിരുന്നു, അങ്ങനെയൊന്നുമില്ല, നല്ലതായിരുന്നു, നല്ല സ്വീറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇരുന്ന് എന്നോട് സംസാരിച്ച്, വെരി സ്വീറ്റ് മോം. അവിടെ വന്നതിൽ ആരുടെ ഫാമിലി വന്നപ്പോഴേ കുറേ കൂടി ഇഷ്ടം തോന്നിയതാ എപ്പോഴായിരുന്നു? എനിക്ക് ഐ മീൻ ആര്യൻ്റെ ഫാമിലി, ബട്ട് ഷാനവാസിന്റെ മോള് വന്നപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മോളുടെ ഫേവറേറ്റ് അല്ലേ ആയിട്ട് പിന്നെ അത് ഇഷ്ടം തോന്നി. മോള് വന്നപ്പോഴാണ് ഇഷ്ടം തോന്നിയത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല മോളായിരുന്നു. അവിടെ എല്ലാവരുടെ ഫാമിലി വന്നപ്പോഴും ഭയങ്കര ഒരു പ്രതീക്ഷയിലിരുന്ന രണ്ടുപേരുണ്ട് അല്ലേ? പക്ഷേ അവരുടെ ഫാമിലി വന്നില്ല, നൂറാദില. സോ ശരിക്കും നൂറാദിൽ പ്രതീക്ഷിച്ചിരുന്നു അവരുടെ ഫാമിലി വരുന്നു, നിങ്ങളോട് സംസാരിച്ചിരുന്നു? ആക്ച്വലി ആദില കരഞ്ഞായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടു, 2-3 വർഷം ഒളിച്ചൊളിച്ച് കരഞ്ഞു. അവൾക്ക് നല്ല ദുഃഖമുണ്ടായിരുന്നു. ഞങ്ങളും ഹോപ്പ് ചെയ്യുമായിരുന്നു അവരുടെ ഫാമിലി വരണം, സപ്പോർട്ട് ചെയ്യണം, അറ്റ്ലീസ്റ്റ് സിബ്ലിങ്സും വന്നാൽ നല്ലതായിരുന്നു. പക്ഷേ that is a very painful thing, you know, because എത്രയോ മാത്രം നമ്മളുടെ ഫ്രണ്ട്സ് വന്നാലും നമ്മളുടെ ഫാമിലിയാണ്. ബട്ട് ഐ ഹോപ്പ് ഈ ഷോ കഴിഞ്ഞിട്ട് ഒരു ഫാമിലിയുടെ കൊണ്ട് ബോണ്ട് ആകട്ടെ, ലൈക്ക് ദേ ഗെറ്റ് ബാക്ക് ടു ദ ഫാമിലി ഷുഡ് അക്സെപ്റ്റ് ദം. ഐ റിയലി ഹോപ്പ് ആൻഡ് പ്രേ ഫോർ ദാറ്റ്. ബിക്കോസ് ഞാൻ കണ്ടിട്ടുണ്ട് ആദില കരയണത്, എനിക്ക് നല്ല ദുഃഖമുണ്ടായി. ഓക്കെ. ആ ഫാമിലി വരുന്ന സമയത്ത് ഇപ്പം അക്ബർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഫാമിലി വരും, നിങ്ങളുടെയൊക്കെ ദിയാസാൻ എപ്പോഴാണ് വരുന്നേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളം അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞാണല്ലേ? മേ ബി അവനോർത്ത് ഫാമിലി സൗദിയിൽ നിന്ന് ദൂരം വരെ വരത്തില്ല. മേ ബി ദിയാസന ഞങ്ങൾ ടി വിയിൽ കണ്ടപ്പോൾ 2-3 ലൈക്ക് ഈ അവർ മൈജി ജയിച്ചപ്പോൾ ദിയാസന അക്സെപ്റ്റ് ചെയ്തായിരുന്നു. സോ മേ ബി ദാറ്റ് വേ ഹി തോട്ട്. അത് നെഗറ്റീവ് ആയിട്ടല്ലായിരിക്കും അക്ബർ പറഞ്ഞത്. പക്ഷെ അത് വന്നത് അത് ഭയങ്കരമായിട്ട് അവർക്ക് വിഷമം ഉണ്ടാക്കി എന്നുള്ള സംഭവം തന്നെയാണ്. ഞാൻ ജിസേലിനൊരു വീഡിയോ കാണിക്കട്ടെ. എനിക്ക് തോന്നുന്നു ജിസേലിൻ്റെ പുറത്ത് വന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ടൊരു വീഡിയോകളിൽ ഒന്നായിരുന്നു സംഭവം കൂടിയായിരുന്നു. അതെനിക്ക് വിഷമമായിരുന്നു. കുറച്ച് ഇമോഷണലായ സമയത്ത് ഈ ചങ്ക് പൊട്ടി എന്നുള്ള വാക്കൊക്കെ എങ്ങനെ? അത് എൻ്റെ അമ്മമാര് പറയുമായിരുന്നു. അപ്പൊ ഞാൻ കൊച്ചിലെ പഠിച്ചു വെച്ചുള്ള സംഭവമായിരുന്നു എന്നുള്ളത്. കുറച്ചുകൂടി ലാലേട്ടൻ ജിസേലിനോട് സമ്മതിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഒരു പരിഗണനകളുണ്ട്, അതുമോളുടെ അടുത്ത് ഇല്ല എന്നുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. ശരി, എന്തായാലും തോന്നുന്നത് കുറച്ചുണ്ടായിരുന്നു ലാലേട്ടന് ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു. അത് നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് നമ്മൾ ഇച്ചിരി ഇങ്ങനെ ലൈക്ക് യു ബിക്കം ചൈൽഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പീപ്പിൾ യു ലൈക്ക്. അങ്ങനെയാണ്. എങ്ങനെയാണ് ലാലേട്ടനോട് പറഞ്ഞ ചങ്ക് പൊട്ടി എന്നുള്ള ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമോ? അയ്യോ, റീക്രിയേറ്റ് എന്താ, അത് ഞാൻ നോർമൽ ആയിട്ട് വന്ന് എന്റെ ചങ്ക് പൊട്ടി. ബിക്കോസ് എനിക്ക് ദുഃഖം വന്നപ്പോൾ എന്റെ ചങ്ക് പൊട്ടി, അങ്ങനെയാണ് ഉണ്ട്. പക്ഷെ ഈ ചങ്ക് പൊട്ടിയതിനേക്കാൾ കുറച്ചുകൂടി ഹിറ്റ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതെന്താണ്? എന്തായിരിക്കും ഗസ് ചെയ്യാവോ? പുറത്ത് അത്രത്തോളം ഇഷ്ടം തോന്നിയ, ഓഡിയൻസിന് ഇഷ്ടം തോന്നിയ ഒരു ഡയലോഗ്. കരുത്തമ്മ. യെസ്, അതും അല്ലേ? പക്ഷെ അത് നല്ലതായിരുന്നു, ആ ഒരു ശൈലി നല്ലതായിരുന്നു. യെസ്. സോ ആ എൻ്റെ കൊച്ചു മുതലാളി എന്നുള്ള ഡയലോഗ് അതേ ശൈലിയിൽ ഞാൻ വേറെ കുറച്ച് സിനിമ ഡയലോഗ്സ് തരാം. ഓക്കെ, അപ്പം എൻ്റെ കൊച്ചു മുതലാളി എന്നുള്ള ആ അതേ രീതിയിൽ പറയണം. റെഡി? ഓക്കെ, ഞാൻ തരട്ടെ. എടുത്തോ, അതിൽ നിന്ന് ഒരു ലോട്ട്. നിങ്ങളുടെ റൈറ്റിംഗ് മനസ്സിലാവോ എന്നെ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഡിവിനെ നിങ്ങളുടെ റൈറ്റിംഗ്. യെസ്, മമ്മൂക്കയുടെ മെയിൻ ഡയലോഗാണ് ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മകളെ. മക്കളെ. എങ്ങനെ പറയാനാണ്? എല്ലാം കൊച്ചു മുതലാളിയാണ്. അയ്യോ, ഓക്കെ. എന്റെ കൊച്ചു മുതലാളി ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. ഇത് പെട്ടെന്ന് കയറി കിട്ടുന്നുണ്ടല്ലോ ഡയലോഗ്. അടിപൊളി. ഇച്ചിരി മലയാളം നല്ലതായി. ഓക്കെ, അല്ല അത് കഴിഞ്ഞില്ല, എല്ലാം അങ്ങനെ തന്നെ പറയണം കരുത്തമ്മയുടെ സ്റ്റൈലിൽ. ഇതെന്നതാണ്? വഴി മാറട മുണ്ടക്കൽ ശേഖര. അത് വേണമെങ്കിൽ ലാലേട്ടൻ്റെ ശൈലിയിൽ വേണമെങ്കിൽ പറഞ്ഞു. വഴി മാറട മുണ്ടക്കൽ ശേഖര സവാരി ഗിരി.
ആ സവാരി ഗിരിഗിരി, ഈ പടം എനിക്കറിയാം. അറിയാം. ഏതാ സിനിമ? സ്ഫടികം അല്ല, സ്ഫടികത്തിൽ ആടുതോമിയാണ് നിന്ന്. ഇതിപ്പോ റീ റിലീസ് ചെയ്തിരുന്നു രാവണപ്രഭു. എന്റെ ഫസ്റ്റ് പാർട്ട് അപ്പൊ എന്താണ് വഴി? മറട മുണ്ടക്കൽ ശേഖര. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു കാണിക്ക്. ലാലേട്ടന്റെ ശൈലിയിൽ പറയാം. ഇങ്ങനെ മീശ പിരിച്ചിട്ട് മുണ്ട് ഇങ്ങനെ മടക്കിയിട്ട് തോളക്കൊന്ന് ചിരിച്ചു വേണമെങ്കിൽ പറയാം. ഷാനവാസിന് പറയാൻ പറ്റും. അവിടുത്തെ ലാലേട്ടനായിരുന്നു ഷാനവാസ്. ഫുൾ ഓൺ ക്യാരക്ടറിലായിരുന്നു. അത് കറക്റ്റ് ആൾക്ക് തന്നെ മറ്റേ ഇത് കിട്ടും ചെയ്തു അല്ലെ? നരനിലെ ലാലേട്ടന്റെ വേഷം ലേറ്റർ അത് കിട്ടിയപ്പോൾ മുരുക കിട്ടും ചെയ്തു. പറയൂ. വഴിമാഴ മുണ്ടക്കശേഖര. സവാരി കൂടി വരണോ? അതെങ്ങനെ സവാരി ഗിരിഗിരി. ഓക്കെ, ഇനി രണ്ടും കൂടി ഉണ്ട്. അത് നമുക്ക് കറുത്ത ശൈലി കൂടി, 2 ലൈൻ കൂടി. മലയാളികളുടെ ഇഷ്ടപ്പെട്ട 2 ഡയലോഗ്സ്. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടിക്കടന്നവനാണ് ഈ KK ജോസഫ്. ഇതിന് രസമുള്ള ഡയലോഗാ. അത് വേണമെങ്കിൽ കൊച്ചു മലയാളി ശൈലിയിൽ വേണമെങ്കിൽ പറഞ്ഞു. ഇതല്ലടാ, ഇതിന്റെ അപ്പുറം ചാടി കിടക്കണാണ് ഈ KK ജോസഫ്. യെസ്, കറക്റ്റ്. ആ ചാടി കിടക്കണതല്ല, ചാടി കടക്കുന്നതാണ്. ഓൾറെഡി കിടക്കുന്നത് പ്രശ്നമാണ്. വീണ്ടും വിഷയാക്കണ്ട, പുതപ്പ് വേണ്ട നമുക്ക്. ഓക്കെ, ലാസ്റ്റ് വൺ. നിങ്ങളുടെ റൈറ്റിംഗ് എനിക്ക് ഒത്തും മനസ്സിലായില്ല. ഇത് മാസ് ഡയലോഗാണ്. ഇത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ട പറയുന്ന പോലെയല്ല. കൊല്ലുന്നു പറയുന്ന നടേശൻ കൊല്ലും. പ്രത്യേകിച്ച് ഇത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ട പറയുന്ന പോലെയല്ല. കൊല്ലും എന്ന് പറഞ്ഞാൽ നടേശൻ കൊന്നിരിക്കും. നടേശൻ. ഓക്കെ, ഒന്നുകൂടി പറ. ഇത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ട, പ്രത്യേകിച്ച് മെയിൻ വാക്കാണ് ഗുണ്ട. കൊച്ചിന്റെ ലോക്കൽ ഗുണ്ടി പറയണ പോലെയാണ്. കൊല്ലുന്ന് പറഞ്ഞ നടേശൻ, കൊല്ലുന്ന് പറഞ്ഞാൽ ജിസേൽ കൊന്നിരിക്കും. അങ്ങനെ കൊല്ലുന്ന് പറഞ്ഞാൽ ജിസേൽ കൊല്ലും. ഓക്കെ, അത് ഒരുമിച്ച് പറയണം. ഗുണ്ട് വേണ്ട, ഗുണ്ടി മതി. ഓക്കെ, ഓക്കെ. ക്യാമറ നോക്കിയിട്ട് പറഞ്ഞോളൂ. ഇത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടി പറയണ പോലെയാണ്. കൊല്ലുന്ന് പറഞ്ഞ് ജിസേൽ കൊള്ളും. കൊല്ലും. അതെ, ഇത് പക്ക ഉള്ളിലെ കിടലിന്റെ ആക്ട്രസ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് സീരിയസ്ലി. കാരണം അത് പെട്ടെന്ന് അനുമോൾ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ഡയലോഗ് അയച്ചു ചെയ്യാൻ പറ്റിയിരുന്നു അല്ലെ? ഒരു വേ ഓഫ് ടോക്കിംഗ് സ്റ്റൈലൊക്കെ ഭയങ്കരമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പോയിരുന്നു. അല്ലേ? യെസ്. സോ അങ്ങനെ വന്നതിൽ കുറേ അധികം നമ്മുടെ ഒരു ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ബിഗ് ബോസ് എന്ന് പറയും. അങ്ങനെ ജിസൽ വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റാതെ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സാധനം എന്തായിരിക്കും? ചെയ്യാൻ പറ്റത് എന്ത് ചെയ്തു? ഞാൻ ചില ടാസ്കുകൾ നന്നായിട്ട് ചെയ്തില്ല, അത് മാത്രം റിഗ്രറ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഐ തിങ്ക് ഐ വാസ് ഓക്കെ ഉണ്ട്. പക്ഷെ ജിസേലിന്റെ ഒരു പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു പുറത്ത്. കണ്ണാത്തുമ്പി അല്ല, അത് നമ്മൾ തുറക്കില്ല, അല്ലാതെ. പിന്നെ വേറെ ഏത് പാട്ടാണ്? അതെന്റെ കൊച്ചിലെ പാട്ടാണ്. എന്റെ ഒരു കസൻ ഇങ്ങനെ എന്നെ പഠിപ്പിക്കുമായിരുന്നു. എങ്ങനെയായിരുന്നു പാട്ട്? അമ്പലം കുമ്പലം പിപീല ലാല സുശീല. ഇതാര് പഠിപ്പിച്ചത്? അത് കൊച്ചിലെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പാടി കളിക്കുമായിരുന്നു. ഞാൻ സമ്മർ ഹോളിഡേസിൽ വരുമായിരുന്നപ്പോ എന്റെ ഒരു കസൻ ഉണ്ട് ആലപ്പിയില്, ധംചി, അവൾ എന്നെ പഠിപ്പിച്ചു. ഉണ്ട്. ശരിക്കും ഇവിടെ വന്നിട്ട് കേരളത്തിലെ അങ്ങനെ ഏറ്റവും കൂടുതൽ ശരിക്കും വരവ് കുറവാണ്, അപൂർവമാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് ഓർക്കുന്ന സംഭവം എന്താ കൊച്ചിലെ? ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇങ്ങനെയൊക്കെയാണ്. സാറ്റ് കുറെ കളിക്കുമായിരുന്നു. പിന്നെ എനിക്ക് മരത്തിൽ കയറാൻ നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ മരം കയറിയാണ്. അതെന്താ തെറിയാടാ? മരം കയറിയാണ് ഞാൻ. കരിവ് കയറിയല്ല, മരം കയറിയാണ്. മറ്റേത് ഓവർ ടാലന്റഡ്. അത് ഓവർ ടാലന്റ്. അപ്പൊ എനിക്ക് മരത്തിൽ കയറാൻ നല്ല ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ മരത്തിൽ എപ്പോഴും കയറിയിട്ട് ഇങ്ങനെയൊക്കെ മങ്കിയുടെ പോലെയൊക്കെ കളിക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് ജിസേന്റെ മലയാളം കറക്റ്റായിട്ട് പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് മുതലെടുത്തുള്ള ഒരാളാരാ അത് ചൂഷണം ചെയ്തല്ലോ? അത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഈ ലക്ഷ്മി ചേച്ചി
തമ്പുരാട്ടി അല്ലേ? തമ്പുരാട്ടി. എന്താ ചെയ്തേ? എന്തായിരുന്നു? അവൾ എപ്പോഴും ഇങ്ങനെ പറയും, നീ ആദ്യം വന്നപ്പോൾ നീ പറഞ്ഞു നിനക്ക് മലയാളം പറയാം, നിനക്ക് മലയാളം പോലെ അറിയത്തില്ല. അതെന്നെ ട്രിഗർ ചെയ്യാനായിരുന്നു പറഞ്ഞത്. നിന്നെ ആരാണ് ഈ ഷോയിൽ എടുത്തപ്പോൾ ഞാൻ അടുത്ത് പോയി മേക്കേഴ്സിന് ചോദിക്കുക, എന്നോട് എന്തിനാ ചോദിക്കണേ, നിനക്ക് മലയാളം പോലും അറിയത്തില്ല, നിങ്ങൾക്ക് സവാള തക്കാളി അറിയത്തില്ല, നിനക്ക് ഇതറിയത്തില്ല, അങ്ങനെ എപ്പോഴും എന്നെ ഇങ്ങനെ ഇങ്ങനെ ട്രിഗർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഉണ്ട്. ശരിക്കും മലയാളം ബിഗ് ബോസിൽ മലയാളം പറയണമെന്നുള്ളതാണ്. പക്ഷേ ബിഗ് ബോസിൽ വന്ന സമയത്ത് മലയാളം ഒരു പ്രശ്നമായിരുന്നോ ജിസേലിന്? മലയാളം, എൻ്റെ മലയാളം എനിക്കറിയാം, പക്ഷെ മറ്റുള്ളവർക്ക് കൂടി അറിയണ്ടേ? എനിക്കറിയാൻ മാത്രം പോരല്ലോ. എൻ്റെ മലയാളം ലൈക്ക് എൻ്റെ മമ്മിക്ക് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ ഞാനോടത്ത് എൻ്റെ മലയാളം ഇനി ആൾക്കാർക്ക് മനസ്സിലാവുമോ? പക്ഷെ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് മനസ്സിലായി ഇച്ചിരി ഇച്ചിരി. എൻ്റെ മലയാളം ശരിയായി ഇപ്പം. ഓക്കെ, ബെറ്റർ ദാൻ ബിഫോർ. യെസ്. അപ്പം അങ്ങനെ അല്ലേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി. ഒരു പക്ഷേ ഇത്രത്തോളം ഇഷ്ടം പിടിച്ചു പറ്റിയ ഒരാൾ ഭയങ്കര അപൂർവമായിട്ടാണ് എവിക്ഷനിൽ വന്നുള്ളത്. ഇത് അൺഫെയർ ആയിരുന്നു അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എന്നുള്ളത് ജിസൈലിനെ പോലെ തന്നെ ഓഡിയൻസും പറഞ്ഞൊരാളായിരുന്നു. കുറേ ഇഷ്ടങ്ങൾ നേടി മുംബൈയിൽ നിന്ന് പറന്ന് വന്ന് അല്ലേ എത്തി നിൽക്കുകയാണ്. അപ്പം എന്തായാലും നമുക്കറിയാം ആലപ്പുഴക്കാരിയാണ്. ആലപ്പുഴ എന്ന് പറയുമ്പോൾ അല്ലേ നല്ല വള്ളംകളി, നല്ല ഫുഡും ഒക്കെ ഉണ്ട് അല്ലേ? കണ്ടിട്ടുണ്ടോ വള്ളംകളി? എനിക്ക് കാണാൻ അതിൻ്റെ ഒരു ആഗ്രഹം വേണ്ട. ലൈക്ക് എനിക്ക് വെള്ളത്തിൽ ഇരിക്കണം ആ കളി തുഴയാൻ വേണ്ടിയിട്ടല്ലേ? ഒരു ബോട്ട് റൈസ് ഒക്കെ ധൃതി അടിച്ച് പോവല്ലേ? ബോട്ട് റൈസ് ഒക്കെ നടത്തിയിട്ട് സാവധാനം പോയാൽ മതി. അതൊക്കെ ഒരു ആഗ്രഹം ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്നിട്ടൊരു വള്ളംകളി ആയാലോ? പാട്ട് പാടാം. ഇവിടെ ഇരുന്നല്ലേ വെള്ളം. ഇത് ആക്ച്വലി ബോട്ട് ആളെന്ന് സങ്കല്പിച്ച് അങ്ങ് തുഴയാം. ഓക്കെ, ഓക്കെ. കേട്ടിട്ടുണ്ടോ കുട്ടനാടൻ ചില പാട്ട്? കേട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പാട്ടാണ്. ആ ഭംഗിയുള്ള പാട്ട് ഇപ്പൊ ജിസയിൽ നമുക്ക് വേണ്ടി പാടാൻ പോകണം. സോ ഗൈസ് റെഡി? ആ പാട്ടിനെ നിങ്ങൾ ഇങ്ങനെ ആക്കണം. ഓക്കെ, യെസ്. കുട്ടനാടൻ പുഞ്ചയിലെ തൈ തൈ തക തൈ തൈതും, കൊച്ചു പെണ്ണെ കൂയിലാലെ തക തൈ 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 തൈതും, കൊട്ടു വേണം കുഴൽ വേണം, കൊട്ടു വേണം കുഴൽ വേണം, കുരവ വേണം, ഓദിത്തിത്താരാദിത്തിത്തേ തൈ തക തൈ തൈ, ഓദിത്തിത്താരാദിത്തിത്തേ തൈ തക തൈ തൈ. യെസ്, വെരി നൈസ്. നന്നായിട്ട് പാടുന്നുണ്ട്. പാട്ടും ഇതും അല്ലെങ്കിൽ ഡയലോഗ് ആണെങ്കിലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര സ്കില്ലാണ്.